ഇത് നാദാപുരം. നാദാപുരം എന്നത് ഒരു സ്ഥലനാമം മാത്രമല്ല കേരള മുസ്ലിങ്ങൾക്ക്. മലയാളി മുസ്ലിങ്ങളുടെ നിഘണ്ടുവിൽ നാദാപുരം ചില പൊളിച്ചടുക്കലുകളെ പ്രത്യക്ഷപ്പെടുത്തുന്നുണ്ട്. വ്യാജ ഭക്തിവാണിഭത്തിന്റെ പരിസര നിർമ്മിതിക്കായി പുരോഹിതർ കളം നിറഞ്ഞാടിയിരുന്ന ഒരു പ്രദേശമായിരുന്നു നാദാപുരം. 5 വർഷങ്ങൾക്ക് മുൻപ് ഈ ഘനാന്തകാരത്തിന് ഒരു മാറ്റമുണ്ടാകണമെന്ന് പ്രദേശത്തെ ഇസ്ലാഹി പ്രവർത്തകർ ആഗ്രഹിച്ചു. അത് പ്രൗഢമായ ഒരു പ്രഭാഷണം സംഘടിപ്പിക്കുന്നതിലേക്ക് എത്തിനിന്നു. നാദാപുരം ഇസ്ലാഹിന്റെ ശബ്ദം മുമ്പും ഒട്ടേറെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ പ്രഭാഷണം അവരുടെ ഹൃദയഭിത്തികളെ കീഴടക്കി. അബദ്ധജടിലമായ വിശ്വാസങ്ങളുടെയും അത്യാചാരങ്ങളുടെയും കൂടാരത്തിലാണ് തങ്ങൾ അകപ്പെട്ടതെന്ന് ജനം തിരിച്ചറിയാൻ തുടങ്ങി. പുരോഹിതന്മാരെ ഈ പ്രഭാഷണം ഒട്ടൊന്നുമല്ല വെപ്രാളപ്പെടുത്തിയത്. സ്ഥലത്തെ പ്രധാന ദിവ്യനെ ഇസ്ലാഹി പ്രഭാഷണം വല്ലാതെ ചൊടിപ്പിച്ചു. പിന്നീട് ദിവ്യന്റെ വാചകാതിസാര മേളകളായിരുന്നു നാദാപുരത്ത്. പ്രമാണബദ്ധമായി ഇസ്ലാഹി പ്രഭാഷണങ്ങൾ ജനഹൃദയങ്ങളെ കീഴടക്കി മുന്നോട്ടു നീങ്ങി. ഇപ്പോൾ അതിന്റെ 9ാം ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. മലയാളക്കരയിൽ ശ്രദ്ധേയമായ ഒരു ഖണ്ഡന പരമ്പരയായി ഇത് മാറിക്കഴിഞ്ഞു. നാദാപുരമെന്ന് കേൾക്കുമ്പോഴേക്ക് ഖണ്ഡന പ്രസംഗം നടക്കുന്ന സ്ഥലമല്ലേ അത് എന്ന് ഏത് സാധാരണക്കാരും ചോദിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ. അന്ധവിശ്വാസങ്ങൾ പടർത്താൻ ശ്രമിക്കുന്നവർക്ക് കനത്ത താക്കീതായി നാദാപുരം ഖണ്ഡനം മാറുകയായിരുന്നു. 4 ആൾ കൂടുന്നിടത്തെല്ലാം നാദാപുരം ചർച്ചയായി എന്നത് കേവലം യാദൃശ്ചികതയിൽ ഒതുക്കാവുന്നതല്ല. നാദാപുരത്ത് മുജാഹിദുകൾ നേടിയെന്നത് പുരോഹിതന്മാരെ സ്നേഹിക്കുന്നവർ പോലും അടക്കം പറഞ്ഞു തുടങ്ങി. മുജാഹിദ് പ്രവർത്തകരെ നാദാപുരം കൂടുതൽ അഭിമാനബോധമുള്ളവരാക്കി എന്നതാണ് നേര്. ആശങ്കപ്പെടുന്നവർ പോലും പ്രസംഗം ശ്രവിക്കാത്തവരോ അതിന്റെ മാറ്റം കാണാത്തവരുമാണ്. മതരാജ്യവാദികളുടെയും പൗരോഹിത്യത്തിന്റെയും അഹന്തയ്ക്കേറ്റ കിഴുക്കായിരുന്നു നാദാപുരം ഇസ്ലാഹി പ്രഭാഷണങ്ങൾ. എന്നാൽ പേരോടിന്റെ മറുപടി എന്ന പേരിലുള്ള മിമിക്രി കേട്ട് നാദാപുരത്തുകാർ തന്നെ പറയാൻ തുടങ്ങി, എന്താണ് ഇയാളീ പറയുന്നതെന്ന്. പേരോടിന്റെ വാചകമേള സാധാരണ സുന്നികളെ കടുത്ത നിരാശയിലാഴ്ത്തി. അദ്ദേഹത്തിന്റെ കസർത്തുകൾ കേട്ട് സുന്നികൾ പോലും തലയിൽ കൈവച്ച് ചിരിക്കാൻ തുടങ്ങി. സാഹചര്യങ്ങളുടെ ദുർബലാവസ്ഥ കാരണം സത്യത്തിലേക്ക് എത്തിനോക്കാൻ കഴിയാത്ത ഹതഭാഗ്യരാണ് പേരോടിന്റെ പ്രസംഗത്തിൽ നാണം കെട്ടത്. കാരണവന്മാരുടെ പാതവിടാതെ കാന്തപുരത്തിന്റെയും പേരോടിന്റെയും അനുയായികളായി എന്നതു മാത്രമാണ് ഈ വിഴുപ്പുപേറേണ്ട ദൗർഭാഗ്യത്തിലേക്ക് അവരെ തള്ളിവിട്ടത്. സംസ്ഥാന സുന്നി നേതാവ് നജീബ് മുസ്ലിയാർക്ക് പേരോടിന്റെ പ്രസംഗം ഒട്ടും പിടിക്കുന്നില്ല. കാരണം പേരോട് തന്റെ വാചകമടി ഇനിയും തുടർന്നാൽ സുന്നികൾ എന്ന് വിളിക്കാൻ കൂടുതൽ ആളുകളൊന്നും ശേഷിക്കുകയില്ലെന്നാണ് നജീബ് മുസ്ലിയാരുടെ ദുഃഖം. നാദാപുരത്ത് ഹുസൈൻ സലഫി നടത്തിയ ഒരു തൗഹീദ് പ്രഭാഷണമാണല്ലോ 5 വർഷങ്ങൾക്ക് മുൻപ് പേരോട് അഭിമാനവധത്തിന് വിധേയമാക്കാനൊരുങ്ങിയത്. സലഫിക്ക് മറുപടി എന്ന പേരിൽ പേരോട് സംവിധാനം ചെയ്ത നാടകങ്ങളായിരുന്നു പിന്നീട്. സ്ഥിരം കേൾവിക്കാരും ഒരുക്കി നിർത്തിയ തക്ബീർ യന്ത്രങ്ങളും പേരോടിനെ രക്ഷിക്കാൻ പാടുപെട്ടു. രക്ഷയില്ലെന്ന് കണ്ടപ്പോഴാണ് ഒരു വ്യാജ ഐക്യവേദി നിർമ്മിതി. നാട്ടിലെ പ്രമുഖരെയെല്ലാം അവരറിയാതെ പോലും ഐക്യവേദി ലിസ്റ്റിൽ ചേർത്തു. വ്യാജ ഐക്യവേദി നിർമ്മിതിക്ക് മുജാഹിദുകളെ കബളിപ്പിക്കാനായില്ല. നാദാപുരത്ത് തന്നെ ഒരു ഐക്യവേദി നിർമ്മാണം പുത്തൻ കാഴ്ചയായിരുന്നുവല്ലോ. ഖണ്ഡനം അവസാനിപ്പിക്കാൻ കുറുക്കുവഴി തേടുന്ന പേരോട് വ്യാജ ഐക്യവേദിക്കാരെ മുന്നിൽ നിർത്തി വാദപ്രതിവാദ വെല്ലുവിളി നടത്തി നോക്കി. ഇളിഭ്യരായ കാരന്തൂർ ഭക്തർ മുജാഹിദുകളെ മസാജ് ചെയ്യാൻ വ്യാജ ഐക്യവേദിക്കാരെ ചുമതലപ്പെടുത്തി. എന്തിനാണിത് തുടരുന്നത്? നിർത്തിക്കൂടെ എന്നായി ഐക്യവേദിയുടെ മധുരവർത്തമാനം. പേരോട് ഭക്തരുടെ ശല്യം സഹിക്കവയ്യാതെയാണ് നിങ്ങളെ സമീപിച്ചതെന്ന് മുജാഹിദുകളോട് ചില നിഷ്പക്ഷർ പിന്നീട് വെളിപ്പെടുത്തുകയുണ്ടായി. മുജാഹിദുകൾ എങ്ങനെ ഈ പ്രഭാഷണ പരമ്പര അവസാനിപ്പിക്കും? നജീബ് മുസ്ലിയാരുടെ ദുഃഖത്തിലാണ് മുജാഹിദുകളുടെ പ്രതീക്ഷ. 2 ലക്ഷത്തിലധികം രൂപ മുടക്കി മക്കയിൽ പോയി ഹജ്ജ് ചെയ്ത് മടങ്ങിവരുന്നവരോട് നിങ്ങൾ പോയത് ഇബ്രാഹിം നബിയുടെ ആണ്ടിനാകുന്നുവെന്ന് പറയുന്ന പേരോടിനോട് ഏത് സുന്നിയാണ് സലാം പറഞ്ഞ് മുജാഹിദ് സെന്ററിലേക്ക് വഴിയന്വേഷിക്കാതിരിക്കുക? ഇബ്രാഹിം നബിയുടെ ആണ്ട് കഴിക്കാൻ 2.5 ലക്ഷത്തിന്റെ ആവശ്യമെന്തിനെന്ന് അല്പമെങ്കിലും പശ തലയിലുള്ള സുന്നി ചിന്തിക്കാതിരിക്കുമോ? ഒരു മദ്രസ മുസ്ലിയാരെ വിളിച്ച് ഇബ്രാഹിമി മൗലിദ് കഴിച്ചാൽ നടപ്പ് വിപണിയനുസരിച്ച് 200ന്റെ മുടക്കേയുള്ളൂ. വിവരക്കേട് പോലും പേരോടിൽ നിന്ന് ഈ ആരോപണത്തിന്റെ പേരിൽ കുതറിമാറുന്നു. പേരോട് നടന്നു പോകുന്നിടത്തെല്ലാം മുജാഹിദുകൾക്ക് അതിദ്രുതം വളർച്ചയുണ്ടെന്ന് നജീബ് മുസ്ലിയാരും ഔദ്യോഗിക സുന്നികളും അടക്കം പറയാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. പേരോടിന്റെ നാദാപുരം CD കേൾക്കുമ്പോൾ നജീബ് മുസ്ലിയാർക്ക് അറപ്പും വെറുപ്പും തോന്നുമത്രേ. അന്ധവിശ്വാസങ്ങളെ ന്യായീകരിക്കുന്ന നജീബ് മുസ്ലിയാർക്ക് പോലും പേരോടിനെ സഹിക്കാനാവുന്നില്ലെങ്കിൽ എന്തിനീ ഭാരം പാവങ്ങളായ സുന്നികളെ കൊണ്ട് വഹിപ്പിക്കുന്നു? നാദാപുരത്ത് സലഫിയുടെ 9ാം ഖണ്ഡനം. സ്ഥലത്തെ പ്രത്യേക സാഹചര്യത്തിൽ ആദ്യ ദിവസം നടത്താനേ സാധിച്ചുള്ളൂ. രാഷ്ട്രീയ സംഘർഷം നിമിത്തം പ്രദേശത്ത് കലക്ടർ 144 ആക്ട് പാസാക്കുകയായിരുന്നു. 1ാം ദിവസം തന്നെ സലഫിയുടെ പ്രഭാഷണം പേരോടിന്റെ നട്ടെല്ലിനുള്ള വെട്ടായിരുന്നു.
രണ്ടാം ദിവസത്തെ പ്രഭാഷണം നിർബന്ധിത സാഹചര്യത്തിൽ മാറ്റിവെച്ചത് പേരോടിനെയായിരിക്കും ഏറെ സന്തോഷിപ്പിച്ചത്. നാദാപുരത്ത് മുജാഹിദുകളുടെ പ്രഭാഷണം മുടങ്ങണമെന്ന് ആശിച്ചവരും പ്രാർത്ഥിച്ചവരും നിരാശരായി. സാധാരണ പ്രഭാഷണ പരമ്പര തന്നെ പരിസരങ്ങളിൽ നടത്താൻ പോലീസ് അനുവദിച്ചിരുന്നില്ല. എന്നിട്ടും മുജാഹിദുകളെ അറിയുന്ന നിയമപാലകർ പ്രഭാഷണം നടത്താൻ അനുമതി നൽകി. ആയിരങ്ങൾ തടിച്ചുകൂടുമെന്നറിഞ്ഞിട്ടും അവർ സമ്മതിച്ചത് ഈ പ്രസ്ഥാനം അടയാളപ്പെടുത്തിയ നന്മകൾ കണ്ടിട്ടാണ്. 21-ന് രാത്രി രാഷ്ട്രീയ സംഘർഷം അഗ്നിപർവ്വതം തീർത്തില്ലായിരുന്നുവെങ്കിൽ രണ്ടാം ദിവസം സലഫിയുടെ പ്രഭാഷണം തുടരുമായിരുന്നു. രാഷ്ട്രീയ സംഘർഷം കത്തിനിൽക്കുന്ന സാഹചര്യത്തിലും മുജാഹിദുകളുടെ പ്രഭാഷണം നടന്നത് കാരന്തൂരിപ്പടയെ ഞെട്ടിച്ചു. പഴയ ടൈഗറുകളെ പ്രഭാഷണം കലക്കാൻ പറഞ്ഞുവിട്ടു. സംഘാടകർ ഉണർന്നു പ്രവർത്തിച്ചതിനാൽ ടൈഗറിനെ കൂട്ടിലടക്കാനായി. മുജാഹിദുകളുടെ കനിവിലാണ് ഇയാൾ പിന്നീട് പുറം ലോകം കണ്ടത്. സ്റ്റേഷനിൽ നിന്ന് ടൈഗറിനെ വിട്ടുകിട്ടാൻ വന്നത് മൗലാനയുടെ മകനായത് കേവലം യാദൃശ്ചികമെന്ന് മുജാഹിദുകൾ വിശ്വസിക്കണമെന്നോ? സിറാജുൽ ഹുദ നാദാപുരത്തേക്ക് തിരിച്ചുവിട്ടാലും നാദാപുരം ഖണ്ഡനം അവസാനിപ്പിക്കാൻ മുജാഹിദുകൾ തൽക്കാലം ആലോചിക്കുന്നില്ലെന്ന കരുത്തുറ്റ നിലപാടുമായി 9-ാം ഖണ്ഡനം നിങ്ങൾക്കായി സഹൃദയം സമർപ്പിക്കുന്നു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين كفروا وصدوا عن سبيل الله أضل أعمالهم والذين آمنوا وعملوا الصالحات وآمنوا بما نزل على محمد وهو الحق من ربهم كفر عنهم سيئاتهم وأصلح بالهم ذلك بأن الذين كفروا اتبعوا الباطل وأن الذين آمنوا اتبعوا الحق من ربهم كذلك يضرب الله للناس أمثالهم فإذا لقيتم الذين كفروا فضرب الرقاب حتى إذا أثخنتموهم فشدوا الوثاق فإما منا بعد وإما فداء حتى تضع الحرب أوزارها. السلام عليكم. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യനായ അധ്യക്ഷൻ പ്രിയങ്കരനായ ഹുസൈൻ സലഫി, ഈ സ്റ്റേജിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പണ്ഡിതന്മാരെ, സംഘടനാ നേതാക്കളെ, സഹപ്രവർത്തകന്മാരെ, സഹൃദയരായ നാട്ടുകാരെ, സഹോദരികളെ, നാദാപുരത്ത് വെച്ച് നടക്കുന്ന ഈ പ്രഭാഷണ പരമ്പരയിൽ ഖണ്ഡനപ്രസംഗമായി മാറിയ ഈ പ്രഭാഷണ പരമ്പരയുടെ 9ാമത് ഖണ്ഡനപ്രസംഗം
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിച്ച് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ്. അഭിവന്യനായ ഹുസൈൻ സലഫി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിന് മുമ്പിൽ ഞാൻ ദീർഘമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അതിൻ്റെ ആവശ്യവും ഇല്ല. നമുക്കറിയാവുന്ന പോലെ ഭൂമുഖത്തേക്ക് വന്ന പ്രവാചകന്മാർ മുഴുവനും പ്രബോധനം ചെയ്ത അള്ളാഹുവിൻ്റെ ദീൻ അതിൻ്റെ തനിമയോടുകൂടി ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കുക, വ്യക്തമാക്കി കൊടുക്കുക എന്ന ഉത്തരവാദിത്തം ആ പ്രവാചകന്മാരുടെ കാൽപ്പാടുകൾ പിന്തുടരുന്ന അനുയായികളുടെ പിന്മുറക്കാരുടെ ബാധ്യതയാണ്. അതാണ് ഖലീഫമാർ മുതൽക്ക് സഹാബികൾ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, അഹ്ലുസുന്നത്തിന്റെ നേതാക്കൾ, പ്രവർത്തകന്മാർ തലമുറകളിലൂടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേരളക്കരയിലും ആ ദൗത്യം ഏറ്റെടുത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ, അത് പ്രാദേശികമായി നടക്കുന്ന വഅളുകളാണെങ്കിലും മറ്റ് ക്ലാസുകളാണെങ്കിലും പ്രഭാഷണങ്ങളാണെങ്കിലും ഗണ്ണന പ്രസംഗങ്ങളാണെങ്കിലും സംവാദങ്ങളാണെങ്കിലും ഇതൊക്കെ തന്നെ ഈ മഹത്തായ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ്. ഇത് ആരോടെങ്കിലുമുള്ള വാശി തീർക്കുവാനോ ആരുടെയെങ്കിലും മുമ്പിൽ ജയം അവകാശപ്പെടാനോ വേണ്ടിയുള്ളതല്ല. നേരെ മറിച്ച് നസീഹത്തോടുകൂടി സത്യസന്ധമായി പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുക എന്നതാണ്. ഈ ഒരു മഹത്തായ ദൗത്യം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരും പ്രബോധകന്മാരും എവിടെയൊക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുവോ, സത്യം വെളിപ്പെടുമ്പോൾ, സത്യം ബോധ്യപ്പെടുമ്പോൾ ആ സത്യം സ്വീകരിക്കുവാനുള്ള താല്പര്യം ജനങ്ങളിൽ കണ്ടുവരുന്നു എന്നുള്ളത്, ഈ സത്യം മറച്ചു വെച്ചുകൊണ്ട് അസത്യവുമായി അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഉപജീവനം നടത്തുന്ന ആളുകൾക്ക് പ്രയാസം സൃഷ്ടിക്കുക സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ഈ സത്യത്തെ നേരിടാനുള്ള എല്ലാ തരത്തിലുള്ള മാർഗങ്ങളും ആ ഭാഗത്ത് നിന്ന് പണ്ടു മുതൽക്ക് തന്നെ ഉണ്ടായിക്കൊണ്ടിരുന്നതാണ്. അത് ഇന്നും അതേ രൂപത്തിൽ തന്നെ നിലനിൽക്കുന്നു. രൂപത്തിലും ഭാവത്തിലും ശൈലിയിലും വ്യത്യാസമുണ്ടെങ്കിലും താത്വികമായി ഒന്നു തന്നെയാണ്. ഈ സത്യം സത്യമായി നിലനിൽക്കുകയും ഈ സത്യം പ്രബോധനം ചെയ്യുകയും ചെയ്യുന്നിടത്തോളം കാലം അതിനെതിരിലുള്ള പ്രവർത്തനങ്ങളും ശക്തമായി നടന്നുകൊണ്ടിരിക്കുമെന്നുള്ളത് ചരിത്രം ബോധ്യപ്പെടുത്തി തരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ യഥാർത്ഥത്തിൽ അനുമോദനങ്ങൾ അറിയിച്ച പോലെ ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മതി ളാഹിരീന അലൽ ഹഖ് ലാ യദുർറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും ഹത്താ യഅതി അംറുല്ലാഹ്. ഈ സത്യവുമായി നിലകൊള്ളുന്ന, സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഈ സംഘം ആര് അവഗണിച്ചാലും ഉപദ്രവിച്ചാലും ലോകാവസാനം വരെ നിലനിൽക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ആ വാഗ്ദാനം അനുസരിച്ച് എല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് ഈ സത്യത്തിന്റെ സാർത്ഥവാഹക സംഘം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയ പോലെ ഈ നടക്കുന്ന പരിപാടികൾ കേവലം പ്രാദേശികമായി നാദാപുരത്തുള്ള ആളുകൾ മാത്രമല്ല കേൾക്കുന്നത്, അവർക്ക് മാത്രമല്ല ഉപകാരപ്പെടുന്നത്, മറിച്ച് ലോകത്തിന്റെ വിവിധ ദിക്കുകളിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രഭാഷണ പരമ്പര ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങളുടെയും വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങളാണ് ഈ നഗരിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെ ഈ പ്രഭാഷണ പരമ്പര തുടങ്ങിയത് മുതൽ ഇതിലൂടെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ആരാണ് കാര്യങ്ങൾ പറയുന്നത് എന്ന് നിഷ്പക്ഷമായി വിലയിരുത്തിക്കൊണ്ട് ഇത് മാറ്റുരച്ചു നോക്കി ഈ സത്യം കണ്ടെത്താൻ പരിശ്രമിക്കുന്ന ആളുകളുടെ എണ്ണവും
ഒട്ടും കുറവല്ല. സത്യത്തിലേക്ക് നാൾക്ക് നാൾ ആളുകൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്, കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നത് നിരന്തരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഫീഡ്ബാക്ക് നമുക്ക് ബോധ്യപ്പെടുത്തി തരും. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ഇവിടെ മറുഭാഗത്ത് നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി, ഞാൻ ആരുടെയും പേര് പരാമർശിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് വാഴക്കാട് വെച്ചുകൊണ്ട് ഈ ഉള്ളവനുമായി നീണ്ടു നിൽക്കുന്ന ഖണ്ഡന പ്രസംഗം നടത്തുകയുണ്ടായി. പക്ഷെ ആ സന്ദർഭങ്ങളിലൊക്കെ ആ പ്രദേശങ്ങളിലും പരിസരങ്ങളിലും ഉണ്ടായിരുന്ന യാഥാസ്ഥികരായ പണ്ഡിതന്മാർക്ക് പോലും അദ്ദേഹം പറയുന്ന തെളിവുകൾ ശരിയല്ലെന്ന് ബോധ്യപ്പെട്ടതും അവർ തങ്ങളുടെ ശിഷ്യന്മാർക്ക് പറഞ്ഞുകൊടുത്തതും അതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചകളും സംസാരങ്ങളും നടന്നതും ആ പ്രദേശത്തിന്റെ പരിസരങ്ങളിൽ ചെന്നു നോക്കിയാൽ, അന്വേഷിച്ചു നോക്കിയാൽ മനസ്സിലാക്കാവുന്ന യാഥാർത്ഥ്യമാണ്. പലപ്പോഴും ഈ സുഹൃത്തിന്റെ ഒരു ശൈലി, അദ്ദേഹം സ്വീകരിക്കുന്ന ഒരു ശൈലി, നാം ഉന്നയിക്കുന്ന വാദങ്ങള് മറുപടി പറയാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് നമ്മുടെ വാദങ്ങള് അദ്ദേഹത്തിന് മറുപടി പറയാവുന്ന വിധത്തിൽ കോട്ടിമാട്ടിക്കൊണ്ട് അദ്ദേഹത്തിന് മറുപടി പറയാൻ സൗകര്യപ്പെടുത്തിക്കൊണ്ട് അവതരിപ്പിക്കുകയും എന്നിട്ട് അതിന് മറുപടി പറയാൻ ശ്രമിക്കുകയുമാണ് അദ്ദേഹം ചെയ്യാറുള്ളത്. വസ്തുനിഷ്ഠമായി തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് സമർത്ഥിച്ചിട്ടുള്ള കാര്യങ്ങള്, അടിസ്ഥാനപരമായ വിഷയങ്ങൾക്ക് മറുപടി പറയാതെ അതിൽ നിന്ന് വഴുതിപ്പോയി മറ്റു കാര്യങ്ങളിലേക്ക്, പാർശ്വ വിഷയങ്ങളിലേക്ക് വേഗം തെന്നിപ്പോയി കഥകളും തമാശകളും നീണ്ട സംസാരങ്ങളും ആ വഴിക്ക് തിരിച്ചു വിട്ടുകൊണ്ട് മർമ്മത്തിൽ നിന്ന് ശ്രോതാക്കളെ തിരിച്ചുവിടാനുള്ള രീതിയാണ് അക്കാലം മുതൽക്ക് അദ്ദേഹം സ്വീകരിച്ചു വന്നിരുന്നത്. എന്നാൽ 8ാമത്തെ തവണ അദ്ദേഹം പ്രസംഗിച്ച് ഞാൻ 9ാമത്തെ തവണ മറുപടി പറഞ്ഞതിന് ശേഷം അദ്ദേഹം മറുപടി പറയാൻ വാഴക്കാട് പ്രദേശത്തേക്ക് വന്നിട്ടില്ല. പിന്നെ വർഷം പിന്നിട്ടതിന് ശേഷമാണ് ഒരിക്കൽ അദ്ദേഹം അവിടെ വന്ന് സംസാരിച്ചു പോകുന്നത്. ആ വിവരം ഉടനെ തന്നെ സുഹൃത്തുക്കളെ ഈ ഉള്ളവനെ അറിയിക്കുകയും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ഗണ്ണിക്കേണ്ട വശങ്ങള് തെളിവ് സഹിതം ഞാൻ ഗണ്ണിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം ആ പ്രദേശത്തേക്ക് വന്നിട്ടില്ല എന്നതാണ് വസ്തുത. ഇവിടെയും നിങ്ങൾക്കറിയാം, നാദാപുരത്ത് വെച്ച് നടക്കുന്ന 9ാമത് ഇന്ന് നടക്കുന്ന ഈ ഖണ്ഡന പ്രസംഗം ഇത്ര ആയപ്പോഴേക്കും അഭിമന്യനായ ഹുസൈൻ സലഫിയുടെ നാട്ടിൽ പോയി പോലും പ്രസംഗിച്ചു നോക്കിയത്, ഇവിടെ നിന്നെങ്ങാനും ഇത് ശ്രദ്ധ തിരിച്ച് അവിടെ മറുപടി പറഞ്ഞ് അവിടേക്ക് ഇത് തിരിച്ചു കൊണ്ടുപോകുവാൻ സാധിച്ചാൽ ഈ പ്രദേശത്ത് നിരന്തരമായി ഈ പരിപാടി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവർക്ക് ഇതിന്റെ തുടർച്ച നഷ്ടപ്പെടാനും, ജനങ്ങൾ മുമ്പ് ഇവിടെ വെച്ച് തന്നെ മറ്റൊരു സുന്നി പ്രസ്ഥാനത്തിലെ പണ്ഡിതൻ തന്റെ പ്രസംഗത്തിൽ, നജീബ് മുസ്ലിയാരാണെന്നാണ് ഞാൻ ഓർക്കുന്നത്, പറഞ്ഞതുപോലെ ഈ ഖണ്ഡന പ്രസംഗം തുടർന്നാൽ ഇത് 5, 6, 7, 8 എന്നിങ്ങനെ ഒരു 30ഓ 40ഓ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് പിന്നെ സുന്നി എന്ന് പറയാൻ ആരും ബാക്കിയാവില്ല എന്ന് പറഞ്ഞത് നിഷ്പക്ഷമായി മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ളതല്ലാത്ത സുന്നി പക്ഷത്തുള്ള പണ്ഡിതന്മാർ ഇവിടെ നടക്കുന്ന സുന്നികൾക്കിടയിലെ ചർച്ചകള് വിലയിരുത്തിക്കൊണ്ടുള്ള അഭിപ്രായ പ്രകടനമാണ് എന്നോർക്കണം. ഇത് സത്യത്തിന്റെ പ്രത്യേകതയാണ്. ഞങ്ങൾക്കുള്ള പ്രതിബദ്ധത സത്യത്തിനോടാണ്. ആ സത്യം ജനങ്ങളെ കേൾപ്പിക്കലാണ്. അതാണ്. ഞാൻ ഒരു വിഷയവും ഇവിടെ പ്രതിപാദിക്കുന്നില്ല, ഒന്നിലേക്കും പ്രവേശിക്കുന്നുമില്ല, അതിന്റെ ഒരാവശ്യവുമില്ല. എന്റെ സുഹൃത്ത് ജനാബ് ഹുസൈൻ സലഫി, അദ്ദേഹം കഴിഞ്ഞ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ പ്രഭാഷണത്തിലെ അദ്ദേഹം മറുപടി പറയാതെ വിട്ടുപോയ കാര്യങ്ങൾ ഏതെന്നും അദ്ദേഹം പരാമർശിച്ച കാര്യങ്ങൾക്കുള്ള മറുപടി എന്തെന്നും ഇന്നും നാളെയുമായി നടക്കുന്ന ഈ പരിപാടിയിൽ നിങ്ങളെ കേൾപ്പിക്കും. സർവശക്തനായ നാഥൻ നമ്മൾ ഉദ്ദേശിക്കുന്ന വിധം ഈ കാര്യം ഭംഗിയായി നിർവഹിക്കുവാനും ഈ പരിപാടി കൊണ്ട് ലക്ഷ്യം വെക്കുന്ന സത്യം ജനങ്ങൾക്ക് ബോധ്യമാക്കി കൊടുക്കുക, സത്യത്തിലേക്ക് ആളുകൾ ആകർഷിക്കുക, അതുവഴി അവർക്കും നമുക്കും പരലോകത്ത് പുണ്യം ലഭിക്കുക എന്ന
നമ്മുടെ ലക്ഷ്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഈ പരിപാടിയുമായി മുന്നോട്ടു പോവാൻ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ മഹത്തായ പരിപാടി അള്ളാഹുവിന്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹാബതിഹി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. وإن منهم لفريقا يلوون ألسنتهم بالكتاب لتحسبوه من الكتاب وما هو من الكتاب ويقولون هو من عند الله وما هو من عند الله ويقولون على الله الكذب وهم يعلمون. فيا ويل قوم يشركون بربهم وفيهم صنوف من وخيم المثالب ودينهم ما يفترون برأيهم كتحريم حام واختراع السوائب. ويا ويل قوم حرفوا دين ربهم وأفتوا بمصنوع لحفظ المناصب. ويا ويل قوم من أطرى بواصف فسماه رب الخلق إطراء خائبي فأدركهم في ذاك رحمة ربنا وقد أوجبوا منه أشد المعائب. അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് ഈ മഹത്തായ വേദിയിൽ വന്നു ചേർന്നിട്ടുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, മാന്യരായ എൻ്റെ ശ്രോതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ,
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഈ സദസ്സിന് റബ്ബ് സുബ്ഹാനഹു വ തആല വർഷിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ പ്രഭാഷണ പരിപാടിയുടെ 9ാമത്തെ ഘട്ടത്തിലെ ആദ്യ ദിവസത്തിലാണ് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് നാം എല്ലാവരും ഉള്ളത്. സർവശക്തനായ നാഥൻ ഇനിയും ഈ സത്യദീനിന്റെ സന്ദേശത്തെ അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പ്രബോധനം നടത്തുവാനും പ്രചരിപ്പിക്കുവാനുമുള്ള സൗഭാഗ്യവും തൗഫീഖും നമുക്കെല്ലാവർക്കും നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ മാത്രമാണ്. ആ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന, അതിനുവേണ്ടി പാടുപെട്ട് പ്രവർത്തിക്കുന്ന, അധ്വാനിക്കുന്ന, സത്യത്തിൽ നിലകൊള്ളുന്ന ഒരു വിഭാഗം എന്നെന്നും ലോകത്തുണ്ടായിരിക്കുമെന്നും അവർ അല്ലാഹുവിന്റെ മഹത്തായ പ്രീതി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആ രംഗത്തുള്ള പോരാട്ടം വളരെ കൃത്യമായി തന്നെ നിർവഹിച്ചുകൊണ്ടിരിക്കുമെന്നും ഉള്ള അർത്ഥത്തിൽ മഹാനായ നമ്മുടെ നേതാവ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഏവരെയും അറിയിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനത്തിൽ ഭാഗവാക്കാകുന്ന ആളുകൾക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും അല്ലാഹുവിന്റെ റസൂൽ മുമ്പ് തന്നെ ആശംസിച്ചു പോയിരിക്കുകയാണ്. ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിശ്വാസികൾ, ആ നിലക്ക് തഖ്വയിൽ ജീവിക്കുന്ന ആളുകൾ, അവരുടെ സ്വഭാവം അല്ലാഹു തആല പറയുന്നുണ്ട്. അത്തായിബൂനൽ അബിദൂനൽ ഹമിദൂനസ് സായിഹൂനർ റാകിഊന അർറാകിഊനസ് സാജിദൂനൽ ആമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ മുൻകരി വൽഹാഫിളൂന ലിഹുദൂദില്ലാഹ് വബശ്ശിരിൽ മുഅ്മിനീൻ. അല്ലാഹുവിന്റെ ദീനിന്റെ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് നടക്കുന്ന കക്ഷികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മ ഓരോരുത്തരെയും അവരിൽ ഉൾപ്പെടുത്തിമാറാകട്ടെ. എന്താണ് സഹോദരങ്ങളെ അവരുടെ ഗുണമായി കൊണ്ട് അല്ലാഹു പറയുന്നത്? അത്തായിബൂൻ, അവരുടെ ജീവിതത്തിൽ മാനുഷികമായി സംഭവിച്ചു പോയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അവര് അല്ലാഹുവിനോട് നിരന്തരം തൗബ ചെയ്തുകൊണ്ട് മടങ്ങുന്നവരാണ്. അങ്ങനെ തൗബ ചെയ്യുകയും റബ്ബിനെ വളരെ നിഷ്കളങ്കരായ നിലയ്ക്ക് ഇബാദത്തെടുക്കുകയും, അൽ ഹാമിദൂൻ, അല്ലാഹുവിനെ അവർ സ്തുതിക്കുകയാണ്. കാരണം ഈ ആദർശത്തിൽ എത്തിപ്പെട്ടല്ലോ, ഇസ്ലാമിന്റെ മെമ്പറാകാൻ സാധിച്ചല്ലോ, മുസ്ലിമായി ജീവിക്കാൻ എനിക്ക് സാധിച്ചല്ലോ. ലോകത്ത് അല്ലാഹുവിനെ സംബന്ധിച്ച് ഒരുപാട് കള്ളങ്ങളും ആരോപണങ്ങളും അന്ധവിശ്വാസങ്ങളും പറയുകയും വെച്ച് പുലർത്തുകയും ചെയ്യുന്ന കക്ഷികളിൽ പെടാതെ നീ ഞങ്ങളെ കാത്തല്ല റബ്ബേ എന്ന കാര്യത്തിൽ അവർ അല്ലാഹുവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ ചീത്ത പറയുന്ന, അവിടുത്തെ വ്യക്തിത്വത്തെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്ന ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ അവിടുന്ന് പറയാത്തത് പറഞ്ഞു എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് കള്ളം പ്രചരിപ്പിക്കുന്ന കക്ഷികളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയല്ലോ റബ്ബേ എന്നവര് മനസ്സിൽ പറയുകയാണ്. സ്വഹാബത്തിന്റെ പേരിൽ കള്ളം പറയുന്നവരിൽ നിന്ന്, ഇമാമുകളുടെ പേരിൽ കള്ളം പറയുന്നവരിൽ നിന്നൊക്കെ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയല്ലോ. പിന്നെ എന്താണ് അവരുടെ സന്തോഷം? ഇവിടെയുള്ള ഏതെങ്കിലും മനുഷ്യന്മാര് ഏതെങ്കിലും നിലക്കുള്ള അന്ധവിശ്വാസം വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ അവയിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ ഞങ്ങൾക്കായല്ലോ. എത്രയോ ആളുകൾ, പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഈ വേദിയിൽ വെച്ച് തന്നെ നമ്മൾ പറഞ്ഞതാണ്, മലക്കുകളെ ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യം നേടാമെന്ന് വിശ്വസിക്കുന്ന പിഴച്ച കക്ഷികളുണ്ട്. ഔലിയാക്കൾക്ക് 360 തടി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന കക്ഷികളുണ്ട്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കവർച്ചക്കാരനാക്കിയ കക്ഷികളുണ്ട്. നമസ്കരിക്കാതെ മൗലൂദ് കൊണ്ട് രക്ഷപ്പെടും എന്ന് പറയുന്നവരുടേതായ അത്തരത്തിലുള്ള കക്ഷികളുമുണ്ട്. അവരുടെയൊക്കെ ശർറിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയല്ലോ അല്ലാ. അതുപോലെ തന്നെ ഉലമാക്കൾ എന്ന് പറയുന്നവരെ അല്ല പോലും ഭയപ്പെടുന്നു എന്ന് പ്രചരിപ്പിക്കുന്ന കക്ഷിയിൽ പെടാതെ കാത്തല്ലോ. മലക്കിന്റെ കയ്യിൽ നിന്നും മലക്കുൽ മൗത്തിന്റെ കയ്യിൽ നിന്നും റൂഹിന്റെ കൊട്ട തട്ടിപ്പറിച്ചു എന്ന് വിശ്വസിക്കുന്ന കക്ഷിയിൽ പെടാതെ നീ ഞങ്ങളെ കാത്തല്ലോ റബ്ബേ. മുൻകർ നക്കീർ ഖബറിൽ ചോദ്യം ചോദിക്കാൻ വരുന്ന നേരത്ത് ആ മുൻകർ നക്കീറിന്റെ കയ്യിൽ നിന്നും വടി തട്ടിപ്പറിച്ചു രക്ഷപ്പെടുത്തി എന്ന് ചിലരെ പറ്റി വിശ്വസിക്കുന്ന കക്ഷിയിൽ പെടാതെ നീ ഞങ്ങളെ കാത്തല്ലോ റബ്ബേ. യഥാർത്ഥത്തിൽ തൗഹീദ് മനസ്സിലാക്കിയ, സുന്നത്ത് മനസ്സിലാക്കിയ സത്യവിശ്വാസികളായ ആളുകളുടെ മനസ്സിൽ ഇതും ഇതുപോലെയുള്ള ഒട്ടേറെ കാര്യങ്ങളെ സംബന്ധിച്ചും അവരോർക്കുമ്പോ അവരുടെ മനസ്സിൽ വന്നു പോകുന്നു, റബ്ബേ നീ ഞങ്ങളെ ശരിയായ വഴിയിലേക്ക് നീ ഞങ്ങളെ കൊണ്ടുവന്നെത്തിച്ചല്ലോ, നീ ഇതിൽ തന്നെ നീ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ. അതെ, ആ മാർഗം അവര് മനസ്സിലാക്കി അവര് മിണ്ടാതിരിക്കുന്നവരല്ല. അൽ ആമിറൂന ബിൽ മഅറൂഫ് വന്നാഹൂന അനിൽ മുൻകരി വൽ ഹാഫിളൂന ലിഹുദൂദില്ലാഹ് വബശ്ശിരിൽ മുഅ്മിനീൻ. റബ്ബ് എന്താണ് പറയുന്നത്? ഈ വിഭാഗത്തിന്റെ പ്രത്യേകത എന്താണ്? അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇതുപോലെയുള്ള പരിപാടികൾ മുസ്ലിമീങ്ങൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അവരതാ നല്ല നല്ല കാര്യങ്ങൾ കൊണ്ട് ജനങ്ങളോട് കൽപ്പിക്കുന്നു. വന്നാഹൂനാനിൽ മുൻകരി, വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നവർ ജനങ്ങളെ തടയുകയാണ്. അവർക്കതിനല്ലേ കഴിയൂ, അത് നിർവഹിക്കാനല്ലാതെ ഉപദേശിക്കപ്പെട്ട കാര്യത്തെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ അവർക്ക് കഴിയില്ലല്ലോ. അത് തീരുമാനിക്കേണ്ടവൻ റബ്ബാണല്ലോ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ ആളുകളെ ഹിദായത്തിലേക്ക് കൊണ്ടുവരണം എന്ന് മോഹിച്ച മഹാനാണ്. പക്ഷേ അബൂ താലിബിന്റെ സമീപത്തുണ്ടായ സംഭവത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ എന്താണ് പറഞ്ഞത്? ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദീ മൻ യശാ. ഓ നബിയേ, താങ്കൾ ഉദ്ദേശിക്കുന്നവരെ, താങ്കൾ ഇഷ്ടപ്പെടുന്നവരെ നേർവഴിയിലാക്കാൻ തങ്ങളെ കൊണ്ടാവില്ല. അല്ലാഹ് എത്ര അവൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുന്നത്. ആ നിലക്കഥ അവർ അല്ലാഹുവിൽ ബരമേൽപ്പിച്ചുകൊണ്ട് ഈ അംറുൻ ബിൽ മഅറൂഫുൻ നഹിയുൻ അനിൽ മുൻകറും തുടരുകയാണ്. സത്യത്തിന്റെ പ്രബോധനം അവർ നിർത്തുകയല്ല, അത് കൂടുതലതാ വളരെ കൃത്യമായി തന്നെ ആരോഗ്യപരമായ നിലക്ക് തന്നെ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം അതാ റബ്ബ് നിർണയിച്ച ഒരു ഹദ്ദിനെയും അവര് അവഗണിക്കൂല. പടച്ചവൻ നിർണയിച്ച ഹദ്ദിൽ അവരതാ ഒതുങ്ങി നിൽക്കുന്നു. വൽ ഹാഫിളൂന ലിഹുദൂദില്ലാഹ്, റബ്ബ് നിശ്ചയിച്ച പരിധി വിട്ടുകൊണ്ടവര് മുന്നോട്ട് പോകില്ല. അല്ല പറഞ്ഞിടത്തവര് നിൽക്കുന്നു, അല്ല പറയാത്തിടത്തേക്ക് അവരില്ല. റബ്ബിന് വിരോധമുള്ള കേന്ദ്രങ്ങളിലേക്ക് അവരില്ല. അല്ലാഹ്ക്ക് ഇഷ്ടമില്ലാത്തിടത്തേക്ക് അവരുടെ കണ്ണ് പോകുന്നില്ല, കാത് പോകുന്നില്ല, നാവ് ചലിക്കുന്നില്ല, കൈകാലുകൾ ചലിക്കുന്നില്ല, ശരീരത്തെ ഉപയോഗപ്പെടുത്തുന്നില്ല. മറിച്ച് റബ്ബിന്റെ പ്രീതി എന്തോ അതിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനെ കാത്തു സൂക്ഷിക്കുന്ന ആളുകളായതുകൊണ്ട് വബശ്ശിരിൽ മുഅ്മിനീൻ, ആ മുഅ്മിനീങ്ങൾക്ക് സുവിശേഷം അറിയിക്കൂ, സന്തോഷ വാർത്ത അറിയിക്കൂ നബിയേ. യഥാർത്ഥത്തിലുള്ള വിശ്വാസികളെ ഖുർആൻ അങ്ങനെയാണ് ചുരുങ്ങിയ നിലക്ക് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മളിവിടെ ഇതാ 9ാമത്തെ പ്രഭാഷണത്തിലാണുള്ളത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഅള് കേട്ടിട്ട് എത്രയോ ആൾക്കാർ നന്നായി. നമുക്കറിയാമല്ലോ, അവിടുത്തെ ദഅവത്ത് മനസ്സിലാക്കിക്കൊണ്ട് എത്രയോ ആളുകൾ നന്നായി. അവിടുന്ന് പറയുന്നത് നേരിൽ കേൾക്കാൻ ഭാഗ്യം സിദ്ധിച്ചവര്, കേട്ടവര് പോലും നന്നായിട്ടുണ്ട്. പക്ഷേ നേരിട്ട് കേട്ടിട്ട് പോലും മനസ്സിലായിട്ട് പോലും അബൂജഹൽ നന്നായില്ലല്ലോ.
അള്ളാന്റെ റസൂലിനെ കണ്ടവര് മുഴുവൻ നന്നായില്ലല്ലോ. അവിടുത്തെ സംസാരം മുഴുവൻ ശ്രദ്ധിക്കാൻ കിട്ടിയ അവസരങ്ങളുള്ളവരും മുഴുവനും നന്നായില്ലല്ലോ. റബ്ബിന്റെ തൗഫീഖുള്ളവര് നന്നായി. അതേ അവസരത്തിൽ റസൂലുള്ളാഹിനെ കേട്ടവര് പോലും നന്നായില്ലേ? അതാ എത്രയോ ആയിരത്തിൽ ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ നമ്മുടെ നേതാവിനെ ഇന്നും മനസ്സിലാക്കിക്കൊണ്ട് ആളുകളതാ സത്യത്തിന്റെ വഴിയിലേക്ക് കടന്നു വരുന്നു. അതേ അവസരത്തിൽ റബ്ബിന്റെ തൗഫീഖ് ഇതിന് വേണം. അല്ലാഹുവിന്റെ ആ നൂറുണ്ടല്ലോ, ഹിദായത്താകുന്ന പ്രകാശം, അത് റബ്ബ് കൊടുക്കുന്ന ഔദാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണാനും അവിടുത്തെ ശബ്ദം കേൾക്കാനും ഭാഗ്യം കിട്ടിയിട്ട് പോലും അബൂജഹല് നന്നായില്ലല്ലോ. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആദർശത്തിന്റെ മുമ്പിൽ തോറ്റു തുന്നം പാടിയിട്ടും വീണ് ചാവാൻ നേരത്തും അവന്റെ തൊള്ളക്കൊരു കുഴപ്പവുമില്ലായിരുന്നു. തോറ്റ് കിടക്കുമ്പോഴും, അതാ ബദറിൽ അവൻ തോറ്റ് വീണ് കിടക്കുമ്പോഴും തൊള്ളക്കൊരു കുഴപ്പവുമില്ലാതെ അബൂജഹിൽ ഗർവ് പറഞ്ഞവനാണ്. എന്തായിരുന്നു അവന്റെ സ്വഭാവം? അവന്റെ അനുയായികളോട് അവന്റെ ജീവിതകാലത്ത് അവനടക്കമുള്ളവര് പറഞ്ഞതെന്താണ്? ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ വൽഗൗ ഫീഹി ലഅല്ലകും തഗ്ലിബൂൻ. നിങ്ങൾ ഈ ഖുർആൻ കേട്ടുപോകരുത്. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവിടുത്തെ ഖുർആൻ പാരായണം, സഹാബത്തോടുന്ന ഖുർആൻ, അത് കേട്ടുപോകരുത്. നിങ്ങൾ അവിടെ പോയി കുഴപ്പമുണ്ടാക്കണം, ശബ്ദമുയർത്തണം, അതല്ലെങ്കിൽ അനാവശ്യങ്ങൾ ഉണ്ടാക്കണം, നിങ്ങൾക്ക് വിജയിക്കാമെന്ന് പറയുന്നു. നിങ്ങൾ നോക്കൂ, ആ പാരമ്പര്യത്തിലേക്ക് എത്തി നിൽക്കുന്ന എത്രയോ ആളുകളില്ലേ? അതാ ഇവിടെ പ്രസംഗിച്ച മുസ്ലിയാര് തന്നെ എല്ലാ പ്രസംഗത്തിലും ജനങ്ങളോട് പറയാറുണ്ട്, കേട്ടുപോകരുത് സഹോദരങ്ങളെ, സലഫിയുടെ പ്രസംഗം കേട്ടുപോകരുത്, മൗലവിമാരുടെ പ്രസംഗങ്ങൾ കേട്ടുപോകരുത്. അവരുടെ സീഡിയുമായിട്ട്, മൗലവിമാരുടെ പ്രഭാഷണങ്ങളുടെ സീഡിയുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് അവർ വരുമ്പോ വലിച്ചൊരു ഏറ് കൊടുക്കണേ ഉമ്മമാരെ. കേട്ടുപോകരുത്, പെട്ടുപോകരുതേ എന്ന് എത്ര തവണയാണ് ഇവിടെ വെച്ച് തന്നെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഹക്കിനൊരു പ്രത്യേകതയുണ്ട്. അതെന്താ? അത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ജനം അടിച്ചു നിൽക്കില്ല. മനസ്സിലായവർക്ക് അല്ലാഹു അതാ പ്രത്യേകം അവരുടെ തൗഫീഖ്, റബ്ബിന്റെ തൗഫീഖ് അവർക്ക് കിട്ടുമ്പോ അതാണ് അല്ലാഹു പറയുന്നത്, യഹ്ദില്ലാഹു ലിനൂരിഹി മയ്യശാ. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവന്റെ നൂറിലേക്ക് അതാ വഴി കാണിക്കുന്നു. നൂറുകണക്കിന് ആളുകൾക്ക് ഈ പരിപാടി മുഖേന വെളിച്ചം കിട്ടിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് അഹങ്കാരം പറയുന്നതല്ല, ഈ ഉള്ളവന്റെ ഒരു കഴിവുമല്ല. അതാ ഇതുപോലെയുള്ള പരിപാടികളിലൂടെ നൂറുകണക്കിന് ആളുകളാണ് തൗഹീദിന്റെ പൊൻപ്രഭയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. കുബൂരിസത്തിന്റെ നട്ടെല്ല് പല ഘട്ടങ്ങളിലും ഒടിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഇതുപോലെയുള്ള പരിപാടികൾ മുഖേന സത്യം ഗ്രഹിച്ച ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരോടൊന്ന് നിങ്ങളുടെ അനുഭവം ഒന്ന് വിവരിക്കൂ എന്നാവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള എത്രയോ മഹാസമ്മേളനം തന്നെ വിളിച്ചുകൂട്ടേണ്ടി വരും. ഇതുപോലെ ഈ മാർഗത്തിലേക്ക് കടന്നു വന്ന, കുടുംബസമേതം കടന്നു വന്നിട്ടുള്ള, തൗഹീദിന്റെ രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ള കുടുംബങ്ങളുടെ ഒരു കുടുംബ മഹാസംഗമം സംഘടിപ്പിക്കാൻ ഒരുങ്ങിയാൽ അതാ ആയിരക്കണക്കിന് മെമ്പർമാരുള്ള അത്തരത്തിലുള്ള മഹാസമ്മേളനങ്ങൾ തന്നെ സംഘടിപ്പിക്കാനാകും. അത് അല്ലാഹുവിന്റെ ഹക്കിന്റെ, അവന്റെ ദീനിന്റെ പവറാണത്, അവന്റെ മേന്മയാണത്. ഇതൊന്നുമല്ല ഈ പ്രഭാഷണം കൊണ്ട് ആളുകൾ അങ്ങോട്ടാണ് ഒഴുകുന്നതെന്ന് ധ്വനിപ്പിക്കാൻ. കഴിഞ്ഞ പ്രസംഗത്തിൽ മുസ്ലിയാരൊരാളുമായി ഫോണിൽ ബന്ധപ്പെടുന്നുണ്ട്. നേരത്തെ മുൻകൂട്ടി പറഞ്ഞുറപ്പിച്ചതാണ്. ഒരു കൃത്രിമത്വമുള്ള, ഒരു നാടകീയതയുടെ ഒരു പ്രത്യേകമായ സംഭാഷണമാണ് അതിൽ കേൾക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ആ വ്യക്തി ജോലി ചെയ്തു എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആളുകൾക്കാർക്കും അയാളെ പരിചയമില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, എന്താണ് ഈ നാദാപുരം പ്രോഗ്രാം മുഖേന, ഇതുപോലെയുള്ള പരിപാടികൾ മുഖേന
എന്താണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മുമ്പേ തന്നെ ഈ നാട്ടിലെ ആളുകൾ അവരുടെ തന്നെ മുഖപത്രങ്ങളിൽ എഴുതിയത് മുമ്പ് നമ്മൾ കേൾപ്പിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായി തന്നെ ബുൽബുൽ എന്ന് പറയുന്ന ഒരു മാസികയിലൂടെ അതാ ഈ പ്രോഗ്രാമിനെ സംബന്ധിച്ച് ആർക്കാണ് ഇതുകൊണ്ട് നേട്ടം, ഈ പ്രോഗ്രാം കൊണ്ടുണ്ടാകുന്ന നേട്ടം ആർക്കാണ് നഷ്ടം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി ഇവിടത്തുകാര് തന്നെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയത് അതാ നമ്മുടെ പ്രഭാഷണത്തിന്റെ കൃത്യമായി തന്നെ നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ്. ഞാനിതിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ നോക്കൂ, അതാ വളരെ കൃത്യമായി തന്നെ സുന്നി അഫ്കാർ എന്ന് പറയുന്ന ആ വാരികയിലും ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുമ്പ് പറഞ്ഞതായതുകൊണ്ട് ബുൽബുൽ ഞാനിപ്പോ വായിക്കുന്നില്ല. അത് ഇൻഷാ അല്ലാഹ് CD ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് അതൊന്നുകൂടെ കേൾക്കാം. ഈ പ്രദേശത്തുകാർക്കൊക്കെ പരിചയമുള്ള ഒരു പ്രത്യേകമായ മാസികയല്ലേ ബുൽബുൽ. ഇത് സംസ്ഥാനക്കാരുടെ മാസികയാണ്. സംസ്ഥാനക്കാരുടെ മാസികയിലതാ ഇതിന്റെ മുഖലേഖനത്തിൽ തന്നെ എഴുതുന്നു, ഇവരുടെ പ്രസംഗങ്ങളെ കുറിച്ച് അവർക്കുള്ള അഭിപ്രായമാ പറയുന്നത്. ഐക്യമുന്നണിയെ ഞങ്ങൾ ഐക്യം തകർത്ത് ഇവിടെ പ്രസംഗിച്ചിട്ട് എന്നല്ലേ പേരോട് പറഞ്ഞത്. സലഫി ഇവിടെ വന്നിട്ട് ഞങ്ങളെ തമ്മിൽ അടിക്കാൻ നോക്കുകയാണ്, ഞങ്ങളെ തമ്മിലടിപ്പിക്കാൻ നോക്കുകയാണ്. എന്നാ മൗലവി ആ വ്യാമോഹം നടപ്പില്ല കേട്ടോ, ഞങ്ങൾ ഒറ്റക്കെട്ടാണ് കേട്ടോ. ആ ഒറ്റക്കെട്ടിന്റെ കോലമെന്ന് കേൾക്കാനായി കേൾപ്പിക്കുന്നത്. നിങ്ങളുടെ പ്രസംഗം, നിങ്ങളെ പോലെയുള്ളവരുടെ പ്രസംഗത്തെയും പറ്റി നാദാപുരത്തുള്ള ചിന്തിക്കുന്ന ആളുകളുടെ അഭിപ്രായം കേട്ടോളൂ. എന്താ കേട്ടോളൂ അവരെഴുതുന്നത്. പ്രസംഗത്തിന്റെയും ഖണ്ഡനത്തിന്റെയും ശൈലി പോലെ തന്നെ പ്രധാനമാണ് സമർത്ഥനത്തിന്റെ രീതികളും. അഹ്ലുസുന്നത്തിന്റെ മഹാരഥന്മാരായ ഇമാമുകൾ വരച്ചു വച്ചിട്ടുള്ള ശൈലിയിൽ തന്നെ സമർത്ഥിച്ചില്ലെങ്കിൽ നമുക്ക് സുന്നികൾക്ക് നഷ്ടമാണ്. സ്വന്തമായ വിധികൾ കണ്ടെത്തുന്നതും പ്രമാണങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നതും തൽക്കാലം ഫലിച്ചാൽ പോലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇതുകൊണ്ട് കോട്ടമാണുണ്ടാവുക. നമ്മുടെ പ്രസംഗത്തിനെതിരെ വീണ്ടും വീണ്ടും വഹാബി ഖണ്ഡനങ്ങൾ നടക്കാൻ അവസരമൊരുക്കുന്നത് ഈ വഴിവിട്ട സമർത്ഥന രീതിയാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും അത് മൗലവി വേറെ ഏതെങ്കിലും സ്ഥലത്തെ കുറിച്ചൊക്കെ പറഞ്ഞതാവില്ലേ, അത് ഞാൻ പറയാം എന്നെ പറ്റിയാണ് ആരാ പറഞ്ഞത് എന്ന് കേൾക്കണോ? എന്നാ പിന്നെ അടുത്തവര് ശ്രദ്ധിച്ചോ, കൃത്യമായി നോട്ട് ചെയ്തോ. നിങ്ങളായ എഴുതുന്നത് ശ്രദ്ധിച്ചോ. എന്താ പറയുന്നത് ഇനി ശ്രദ്ധിച്ചോ. ആലിമുകളുടെ പറുദീസയായ നാദാപുരത്ത് പോലും, ശ്രദ്ധിച്ചില്ലേ, ആലിമുകളുടെ പറുദീസയായ നാദാപുരത്ത് പോലും തിരിച്ചും മറിച്ചും ഖണ്ഡനത്തിന് വരാൻ വഹാബികൾക്ക് അവസരമുണ്ടാക്കുന്നത് സുന്നിയുടെ പേരിലുള്ള ചിലരുടെ ദിവസങ്ങൾ നീണ്ട പരിപാടികളാണ്. വിഷയത്തിൽ നിന്ന് തെന്നി മാറി വ്യക്തിപരമായ ആക്ഷേപത്തിലേക്കും സംഘടനാപരമായ തീരുമാനങ്ങളിലേക്കും പ്രസംഗം വഴിതെറ്റുമ്പോൾ മറുപക്ഷം അതെല്ലാം മുതലെടുക്കുകയാണ്. നിങ്ങളിങ്ങനെ വഴിവിട്ട് സംസാരിച്ചിട്ടല്ലേ മൗലവിമാരിവിടെ അങ്ങനെ പിന്നെയും വരുന്നത്. സുന്നത്ത് ജമാഅത്തിന്റെ പാത വിട്ട് പക്വതയില്ലാതെ നിങ്ങൾ സംസാരിച്ചിട്ടല്ലേ, പ്രമാണങ്ങളെ നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചിട്ടല്ലേ എന്നാണ് ഇയാൾ ചോദിക്കുന്നത്. മാത്രമല്ല പിന്നെയും പറയാണ്, അതുകൊണ്ട് ഇങ്ങനെ ഈ പരിപാടി ഇങ്ങനെ തുടർന്നാൽ പല രൂപത്തിലുള്ള പല നഷ്ടവും നമുക്കുണ്ട്. സാമ്പത്തികമായും ആരോഗ്യപരമായുള്ള നഷ്ടം മാത്രമല്ല, ആളുകൾ വിചാരിക്കും ഇവരെടുത്തും തെളിവുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയുന്നു, എന്താ പറയുന്നത്, ഇവിടെ അവർക്ക് കിട്ടുന്നത് എന്തും നേട്ടമാണ്, അടിസ്ഥാന വർഗമായ നമുക്ക് നഷ്ടവും. അതാപ്പ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? നാദാപുരത്ത് ഹുസൈൻ സലഫി അല്ല ആര് തൗഹീദ് പറഞ്ഞാലും ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാതെ ഞങ്ങൾക്ക് കിട്ടാനേ ഉള്ളൂ. സുന്നി അഫ്കാർ വാരികയിൽ 2000 ജൂൺ 28 രേഖപ്പെടുത്തുന്നു. എന്താണ് അതിൽ പറയുന്നത്? ശ്രദ്ധിച്ചോളൂ. വിഘടിതർ പ്രവർത്തിച്ചു വരുന്നിടത്തൊക്കെ വിദഴികൾ എന്തുകൊണ്ട് വളർന്നു വരുന്നു എന്ന് ചിന്തിക്കാൻ ഇനിയെങ്കിലും അവര് തയ്യാറാകണം. ആരോടാ പറയുന്നത്? AP വിഭാഗത്തോട് EK വിഭാഗം പറയുകയാണ്, നിങ്ങൾ പ്രവർത്തിച്ചു വരുന്നിടത്തൊക്കെ വിദഴികളാണ് വളർന്നു വരുന്നത്.
ഈ എഴുത്തുകാരന്റെ ഭാഷയിൽ ബിദഈകൾ നമ്മളാണ്, പക്ഷേ സർവ്വ ബിദ്അത്തും അവരുടെ കയ്യിൽ തന്നെയാണെന്നത് വേറെ കാര്യം. പക്ഷേ വായിക്കുമ്പോൾ അവരെഴുതിയത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് വായിക്കുന്നു. ഇനി കേട്ടോ, ഉള്ളാളും കുറ്റ്യാടിയുടെ പരിസര പ്രദേശങ്ങളുമൊക്കെ ഇതിന്റെ മികച്ച തെളിവുകളാണ്. ഉള്ളാളത്തങ്ങളതാ ഉള്ളാളത്തും അതുപോലെ തന്നെ ഈ കുറ്റ്യാടിയുടെ പരിസരങ്ങളിലുമൊക്കെ ഇതിന്റെ മികച്ച തെളിവുകൾ നമുക്ക് കാണാനാകുമെന്ന് അതാ ഈ കെ വിഭാഗം എഴുതിവിടുന്നു. ആർക്കാണ് ഇതുപോലെയുള്ള പരിപാടികൾ കൊണ്ട് നേട്ടം? ഏത് കാര്യത്തിലേക്കാണ് ജനങ്ങൾ കടന്നു വരുന്നത്? ശ്രദ്ധിച്ചോളൂ. ഇനി ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട കാര്യമതാ, അതിന്റെ ക്ലിപ്പിലൂടെ തന്നെ നിങ്ങൾക്കൊന്ന് കേൾക്കണ്ടേ. ഈ നാദാപുരം പരിപാടി, ഈ പരിപാടി കൊണ്ട് എന്താണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അതാ ഈ പ്രദേശത്തുകാർക്കൊക്കെ സുപരിചിതനായ മമ്പാട് നജീബ് മൗലവി എന്ന് പറയുന്ന സംസ്ഥാന നേതാവ് വളരെ കൃത്യമായി തന്നെ വിശദീകരിക്കുന്നു. അതിന്റെ ഭാഗങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. ഈ പരിപാടി കൊണ്ട് ആർക്കാണ് നേട്ടം, ആർക്കാണ് കോട്ടം, ആരുടെ അടുക്കലാണ് ഏതെല്ലാം പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന് കൃത്യമായി തന്നെ വിശദീകരിക്കുന്ന ഭാഗം ഇതാ നിങ്ങൾക്ക് മുമ്പിൽ വരാൻ പോകുന്നു. ശ്രദ്ധിക്കൂ. നമ്മുടെ പക്ഷത്ത് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി എന്ന വിധം നാക്കിട്ടടിക്കാൻ തയ്യാറാകുന്ന ചെറുപ്പക്കാർ, ഏതാനും ചെറുപ്പക്കാർ സുന്നി പറയാൻ രംഗത്ത് വന്നതോടുകൂടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പേരിൽ എന്തെല്ലാം അബദ്ധങ്ങൾ വിളിച്ചു പറയാനും മടിയില്ലാത്ത അവർ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കണക്കിൽ തങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും ആയത്തോതി ഹദീസോതി അവതരിപ്പിക്കാൻ മടിയില്ലാത്ത അത്തരക്കാർ സുന്നിയെ തോൽപ്പിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്ന ഒരു ദുരവസ്ഥയാണ് ഇപ്പോൾ നാദാപുരത്ത് മാത്രമല്ല കേരളത്തിൽ ആസകലം ഉണ്ടായിരിക്കുന്നത്. അല്ലാഹു തന്നെ ഇതിന് പരിഹാരം കാണട്ടെ, അള്ളാഹു അവന്റെ ദീനിനെ സംരക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കുകയേ നിർവാഹമുള്ളൂ. സുഹൃത്തുക്കളെ, എന്താ ഇപ്പൊ പറഞ്ഞത്? സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ അബദ്ധങ്ങളാണിവിടെ മറുപക്ഷം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരാ പറയുന്നത്? നജീബ് മൗലവി പറയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ അബദ്ധങ്ങളാണ് വിളിച്ചു പറയാൻ ഒരു മടിയും വരിക്കില്ല. മാത്രല്ല, എല്ലാ അബദ്ധങ്ങളും ആയത്തോതി ഹദീസോതിയിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രഭാഷണങ്ങളിൽ മുഴുവൻ പേരോട് മുസ്ലിയാർ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? താൻ മനസ്സിലാക്കിയ ഒരു സുന്നത്ത് ജമാഅത്തുണ്ട്, അതിന്റെ പേരിൽ ആയത്തോതി ഹദീസോതിയിട്ട് അബദ്ധങ്ങൾ വിളിച്ചു പറയുകയാണ്. അതിലൂടെ ഇവിടെ സുന്നിയെ തോൽപ്പിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുകയാണ്. ഇതിന് അല്ലാഹു തന്നെ പരിഹാരം കാണട്ടെ എന്നാണ് അദ്ദേഹം ദുആ ചെയ്യുന്നത്. ഇനിയും കേട്ടോളൂ, തുടർന്നുകൊണ്ട് അദ്ദേഹം പറയുന്നത് ശ്രദ്ധിച്ചോളൂ. നാദാപുരത്തെ 8ാം പ്രസംഗം, നാദാപുരത്തെ 10ാം പ്രസംഗം, നാദാപുരത്തെ 40ാം പ്രസംഗത്തിൽ എത്തിയാൽ ഇനി സുന്നി ഉണ്ടാവില്ല. അവിടേക്ക് എത്തും കാര്യം. നടത്തിയിടത്തോളം അങ്ങനെ സംഭവിച്ചിട്ടുമുള്ളൂ. നാദാപുരത്തെ 8ാം പ്രസംഗം, നാദാപുരത്തെ 10ാം പ്രസംഗം, നാദാപുരത്തെ 40ാം പ്രസംഗത്തിൽ എത്തിയാൽ ഇനി സുന്നി ഉണ്ടാവില്ല. അവിടേക്ക് എത്തും കാര്യം. നടത്തിയിടത്തോളം അങ്ങനെ സംഭവിച്ചിട്ടുമുള്ളൂ. കേട്ടോ, ഇനി സുന്നി ഉണ്ടാവില്ല എന്നാ പറയണം. മൂപ്പര് മനസ്സിലാക്കിയ സുന്നിയാണ്, നമ്മളാണ് സുന്നികൾ. അപ്പോ മൂപ്പര് മനസ്സിലാക്കിയ സുന്നി ഇനി ഇവിടെ ഉണ്ടാവില്ല. കാരണം എന്താണെന്നാൽ ഇതിങ്ങനെ ഇപ്പൊ 8-ലെത്തി, ഇനി 10-ലെത്തി, 40-ലെത്തിയാ ഇനി സുന്നി ഉണ്ടാവില്ല എന്നാ പറയുന്നത്. അത് മൂപ്പരിക്കൊരൽപ്പം ധാരണ പശക് വന്നതാ. 40-ലൊന്നും എത്തണ്ട, ഒരു 5-6 ആയപ്പോഴേക്ക് തന്നെ ഏതാണ്ടൊക്കെ അവസാനിച്ചിട്ടുണ്ട്. ഇതിപ്പോ 9ആണ്. ഇനിയും തുടർന്നു കൊണ്ടിരിക്കുമ്പോ ഇൻഷാ അല്ലാഹ് യഥാർത്ഥമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്താണെന്ന് ആളുകൾക്ക് വളരെ കൃത്യമായി തന്നെ ബോധ്യമാകും. ആ ഒരു വെപ്രാളം മറുപക്ഷത്ത് പ്രകടമാണ്. ആ ഒരു വെപ്രാളം മറുപക്ഷത്ത് വളരെ പ്രകടമാണ്. അതുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ കഴിഞ്ഞ പ്രസംഗത്തിൽ രൂക്ഷമായി നമ്മെ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്താക്കിയിട്ടുള്ള പ്രഭാഷണ പരിപാടിയാണ് നടത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അതിന്റെ മുമ്പ് അദ്ദേഹത്തിന് പറയാനുള്ള അല്പം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചോളൂ. ഇതിൽ കഷ്ടപ്പെടുന്നവരാവട്ടെ സാധാരണക്കാർ. ഞങ്ങളുടെ നാടുകളിലൊക്കെ നാദാപുരം പ്രസംഗം എന്ന കാസറ്റ് കണ്ടുകൊണ്ട് നാദാപുരം പ്രസംഗത്തിന്റെ കാസറ്റ് പകർന്നു കിട്ടിയത് കൊണ്ട്, വെറുതെ കിട്ടിയത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട്
അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനോട് വെറുപ്പ് തോന്നിയവരും സുന്നിസത്തോട് തീർത്തും അശേഷം അറപ്പ് തോന്നിയവരുമൊക്കെയുണ്ട്. ഈ വിധത്തിലുള്ള ഒരു പരുവത്തിലേക്ക് നമ്മുടെ സുന്നി പ്രബോധന രംഗം എത്തിച്ചതിൽ ആർക്കു തന്നെ പങ്കുണ്ടെങ്കിലും അവരോട് നമുക്ക് എത്ര തന്നെ രോഷമുണ്ടെങ്കിലും അവരുടെ പരിശ്രമം ശരിയല്ല, അവരുടെ പരിശ്രമം ഫലപ്രദമല്ല, ഉപകാരത്തെക്കാൾ കൂടുതൽ ഉപദ്രവവും കോട്ടവുമാണെന്നത് എന്ന് നമുക്ക് അഭിപ്രായമുണ്ടെങ്കിലും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനോട് രോഷമുണ്ടാകാനോ സുന്നത്ത് ജമാഅത്തിനെ വെറുക്കാനോ ബിദ്അത്തിനോട് മമതയും സ്നേഹമുണ്ടാകുവാനോ അതിടയാക്കിക്കൂടാ, അത് വഴിവെച്ചുകൂടാ. കേട്ടില്ലേ? വളരെ കൃത്യമാണ്. അവരുടെ പരിശ്രമം കൊണ്ടൊരു ഫലവുമില്ല, നേട്ടത്തെക്കാൾ കോട്ടമാണ്, ഉപകാരത്തെക്കാൾ ഉപദ്രവമാണ് എന്ന് വളരെ കൃത്യമായി തന്നെ അതാ നിഷ്പക്ഷമതികൾ സമ്മതിച്ചു എന്ന് മനസ്സിലാകുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇത് 9, 10, 15, 40 എത്തേണ്ടതില്ല. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ പടച്ച റബ്ബ് ആയുസ്സും ആരോഗ്യവും എത്രത്തോളം അനുവദിക്കുന്നുവോ അത്രയും കാലം കഴിഞ്ഞാൽ ശേഷമുള്ള ആളുകൾ ഇത് തലമുറയായി ഈ സത്യത്തിന്റെ കൈത്തിരിയെ നാദാപുരത്ത് മാത്രമല്ല അവരെ കൊണ്ട് കഴിയാവുന്നിടത്തെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആദർശത്തിന് വേണ്ടി പടപൊരുതുക തന്നെ ചെയ്യും. അതിനുള്ള തൗഫീഖ് അർഹമുർ റഹീമീനായ നാഥൻ നമ്മുടെ പണ്ഡിതന്മാർക്ക്, നമ്മുടെ പ്രവർത്തകന്മാർക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് വളരെ കൃത്യമായി ആത്മാർത്ഥതയോടുകൂടി തന്നെ ദുആ ചെയ്യുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, നാദാപുരത്തെ ഈ പരിപാടി കൊണ്ട് കാര്യം മനസ്സിലാക്കിയ ആളുകൾ ആ സത്യം പറഞ്ഞപ്പോ സത്യം പറയുന്നവരെ ഒക്കെ ദീനിന്റെ വിരോധികളാക്കുക എന്നത് പേരോടിന്റെ ശൈലിയാണ്. ആരൊക്കെ എവിടെയൊക്കെ സത്യം പറഞ്ഞോ അവരെ ഒക്കെ ഒന്നുകിൽ ദീനിന്ന് പുറത്താക്കും, അല്ലെങ്കിൽ ദീനിന്റെ ശത്രുവാന്ന് പറയും, അല്ലെങ്കിൽ യഹൂദിയാന്ന് പറയും, അല്ലെങ്കിൽ നസറാനിയാണ് എന്ന് പറയും, അല്ലെങ്കിൽ ചാരനാണ് എന്ന് പറയും. ഇങ്ങനെ എല്ലാവരെയും അതാക്കലാമുപ്പരുടെ പരിപാടി. ഈ ഉള്ളവനെ അങ്ങനെ ഒക്കെയാണ് വിശേഷിപ്പിച്ചത്. എന്നാൽ നജീബ് മൗലവി അങ്ങനെ പറയേണ്ടിയിരുന്നോ? നജീബ് മൗലവി നിങ്ങളുടെ ആളാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്? ഞങ്ങൾ സുന്നത്ത് ജമാഅത്ത് ഒറ്റക്കെട്ടാണ്, ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ കുടുംബത്തിലെ മെമ്പർമാരാണ്, ഞങ്ങൾക്കിടയിൽ നിങ്ങൾ ഒരു പ്രശ്നവുമില്ല എന്ന് ആവർത്തിച്ച് പറയുന്ന, എന്നാൽ ഈ സത്യം മനസ്സിലാക്കിയ ഒരു വ്യക്തി നജീബ് മൗലവി അത് പറഞ്ഞപ്പോഴേക്ക് ഇദ്ദേഹത്തിന് വല്ലാത്തൊരു ചൂടും ഒരു വലിയ വിഷമൊക്കെ അതിലൂടെ അനുഭവപ്പെടുന്നുണ്ട്. ആ വിഷമം ആ നജീബ് മൗലവിയുടെ പേര് പറഞ്ഞില്ലെങ്കിലും ആ രൂപത്തിൽ സംസാരിക്കുന്നവരെ ഒക്കെ പേരോട് ആരുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പേരോടിന്റെ നാവിലൂടെ കേട്ടോളൂ. വിഷയത്തിലേക്ക് നമുക്ക് ശേഷം വരാം. സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പറഞ്ഞാൽ അതിന് ഫലമുണ്ടാവുകയില്ലെന്ന് വല്ലവരും പറയുന്നുവെങ്കിൽ അവൻ അല്ലാഹുവിന്റെ ദീനിന്റെ വിരോധിയാണെന്ന് ലോകം മനസ്സിലാക്കണം എന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അത് മാത്രമേ മൂപ്പർക്ക് പറയാനുള്ളൂ. പോരെ, എന്തേ പറഞ്ഞിട്ടുള്ളൂ? ഒന്നും പറഞ്ഞില്ല മൂപ്പർ. എന്തേ പറഞ്ഞുള്ളൂ? അങ്ങനെ ആരെങ്കിലും ഇതുകൊണ്ടൊരു ഫലല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവൻ അല്ലാഹുവിന്റെ ദീനിന്റെ വിരോധിയാണെന്ന് മാത്രമേ ലോകത്തോട് എനിക്ക് പറയാനുള്ളൂ. കണ്ടോ, സത്യം ആര് പറഞ്ഞോ അത് അവനാന്റെ തറവാട്ടിലെ മെമ്പർ പറഞ്ഞാലും, നിങ്ങളെ സുന്നത്ത് ജമാഅത്തിന്റെ തറവാട്ടിലെ മെമ്പറാണ് നജീബ് മൗലവി അല്ലേ, നിങ്ങളുടെ സുന്നത്ത് ജമാഅത്തിന്റെ ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്നൊക്കെ പറയുന്ന അദ്ദേഹം അത് പറഞ്ഞപ്പോഴും വിടൂല, നിങ്ങളും ദീനിന്റെ ശത്രു തന്നെ, നിങ്ങളും ദീനിന്റെ വിരോധി തന്നെ എന്ന് പറയാൻ മാത്രം പേരോട് വെപ്രാളത്തിലാണ്, പേരോട് വിഷമത്തിലാണ്, പേരോട് വളരെ ദയനീയമായ ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കരയുദ്ധമാണെന്നാണ് പറയുന്നത്. കരയുദ്ധമാണേ മൗലവി എന്നാണ് പറയുന്നതെങ്കിലും പേരോട് കരയുന്ന യുദ്ധമാണ് നാദാപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദർശങ്ങളോട് ഏറ്റുമുട്ടാൻ സാധ്യമാവാതെ പ്രമാണങ്ങളുടെ മുമ്പിൽ കടന്ന് പിടയ്ക്കുകയാണ് പേരോട്. മറുപടി പറയാനാവാതെ ഖുർആനികമായ ആയത്തുകൾ അങ്ങോട്ട്, ശരങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ, ഹദീസുകൾ അങ്ങോട്ട് അഞ്ഞടിക്കുമ്പോൾ മറുപടി പറയാനാവാതെ കരയുദ്ധക്കളത്തിൽ കിടന്നുകൊണ്ട് കരയുദ്ധത്തിന്റെ മേഖലയിൽ കരയുകയാണ്. കരയുന്ന യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് തുടരട്ടെ, ഇതിങ്ങനെ തുടരട്ടെ, ആളുകൾ കേൾക്കട്ടെ, സത്യം വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കട്ടെ. എന്താണ് പ്രിയപ്പെട്ടവരെ, സത്യം പറയുന്നവരെയൊക്കെ ദീനിന്റെ വിരോധിയാക്കുന്നു പറഞ്ഞല്ലോ. പേരോട് കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഇതാ
ഈ ശബ്ദം ശ്രവിക്കുന്ന 10,000ങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, ഈ സത്യത്തിന്റെ സന്ദേശം നാം ഇവിടെ പറഞ്ഞതിന്റെ പേരിൽ ഇയാള് നമ്മെ ആരുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയത്? ആരുടെ ചാരന്മാരായിട്ടാണ് പരിചയപ്പെടുത്തിയത്? നമ്മുടെയൊക്കെ ദീന് ഏതാണെന്നാ മൂപ്പര് പറയുന്നത്. നാം ഏത് ദീനിൽ നിന്ന് പുറത്താണെന്നും ഏത് ദീനിലാണ് നമ്മൾ ഉള്ളതെന്നുമൊക്കെ അദ്ദേഹം പറയുന്ന വാക്യമൊന്ന് കേട്ടോളൂ. ഇൻഷാ അല്ലാഹ് ആ വാദത്തിന്റെ മറുപടിയാണ് ഇന്നത്തെ ഉള്ളവന്റെ പ്രസംഗമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു. എന്താണ് പേരോടിന്റെ ആരോപണമെന്ന് കേട്ടോളൂ. എന്നാ നിങ്ങളെ ദീന് അത് ഇസ്ലാം ദീനല്ല കേട്ടോ, അത് യഹൂദി മതമാണ്, അത് ഇസ്ലാം ദീനല്ല. എന്നാ നിങ്ങളെ ദീന് അത് ഇസ്ലാം ദീനല്ല കേട്ടോ, അത് യഹൂദി മതമാണ്, അത് ഇസ്ലാം ദീനല്ല. ഇപ്പൊ എന്താ മനസ്സിലായത്? നിങ്ങളുടെ മതം യഹൂദി മതമാണ്, അത് ഇസ്ലാം ദീനല്ല. അപ്പൊ നമ്മളാരും മുസ്ലിമീങ്ങളല്ല, നാം ആരും ഇസ്ലാമിലെ മെമ്പർമാരല്ല, നമ്മളൊക്കെ യഹൂദി മതത്തിലാണ്, ഇസ്ലാം ദീനിലല്ല എന്നതാണ് പേരോടിന്റെ പ്രഭാഷണത്തിൽ രത്ന ചുരുക്കം. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയ ശ്രോതാക്കളെ, ഉമ്മപെങ്ങന്മാരെ, സഹോദരന്മാരെ, വിനയത്തോടുകൂടി പറയട്ടെ, അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രവിക്കൂ, നിങ്ങൾ സത്യം മനസ്സിലാക്കൂ. ആരാണ് ജൂതന്മാർ? ആരാണ് നസറാണികൾ? യഹൂദ ക്രൈസ്തവന്മാർ. അവരെ പറ്റി ഖുർആൻ എന്താണ് പറഞ്ഞത്? അവരുടെ സ്വഭാവങ്ങൾ എന്താണ്? ആ സ്വഭാവങ്ങളിലേക്ക്, ആ സംസ്കാരങ്ങളിലേക്ക്, ആ വിശ്വാസങ്ങളിലേക്ക്, ആ ആചാരങ്ങളിലേക്ക് ആരാണ് ജനങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ആരാണ് അതിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്നതെന്നും, മുജാഹിദുകളാണോ അതിലേക്ക് പോകുന്നതെന്നും അതോ മറുപക്ഷത്തുള്ള മുസ്ലിയാരും അനുയായികളുമാണോ എന്നും നിങ്ങൾ വളരെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കാൻ ഇൻഷാ അല്ലാഹ് അതാണ് നമുക്കിന്ന് വിശദീകരിക്കുവാനുള്ളത്. അർഹമുർ റഹീമീനായ നാഥൻ നമുക്ക് തുണ നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ 9ാമത്തെ ഖണ്ഡനത്തിലെത്തി നിൽക്കുമ്പോഴും നാം ഓരോ ഖണ്ഡനങ്ങളിലും ഓരോ പ്രഭാഷണങ്ങളിലും അല്ലാഹുവിന്റെ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രം നാം ജനങ്ങളോട് പറയാറുള്ളത്, ഏറ്റവും മുഖ്യമായ വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി, ആ ആദർശത്തെ സംബന്ധിച്ചാണ്. അതിന്റെ മുഖ്യമായ വശങ്ങൾ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഖുർആനിലും ഹദീസിലുമൊക്കെ പ്രമാണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് പേരോട് പ്രസംഗിച്ചിട്ടുള്ളത്. പക്ഷേ ഖണ്ഡനങ്ങൾ തുടരുന്നിടത്തോളം ഓരോ ഖണ്ഡനങ്ങൾ പിന്നിടുമ്പോഴും ആയത്തോതാൻ കഴിയാതെ, ഹദീസുകൾ ഉദ്ധരിക്കാൻ കഴിയാതെ, ഇജ്മാ ഉദ്ധരിക്കാൻ കഴിയാതെ, ഖിയാസ് ഉദ്ധരിക്കാൻ കഴിയാതെ പേരോട് കഷ്ടപ്പെടുകയാണ്. എന്താ കാരണം? ആയത്തിലും ഹദീസിലും അത് കാണില്ലല്ലോ. കാരണം അല്ലാഹു അവന്റെ തൗഹീദ് പഠിപ്പിക്കാനാണ് ഖുർആൻ ഇറക്കിയത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഇസ്ലാമിന്റെ മുഖ്യമായ കാര്യങ്ങളൊക്കെ ആ ഖുർആനിന്റെ വിശദീകരണമായി റബ്ബിന്റെ വഹീ മുഖേന അറിയിച്ചു തന്നിട്ടുമുണ്ട്. അതിലൊക്കെ ശിർക്കിന് തെളിവുണ്ടാവില്ലല്ലോ, ബിദ്അത്തിന് തെളിവുണ്ടാകില്ലല്ലോ. എങ്കിൽ പിന്നെ എന്താണ് പിശാച് കണ്ടുപിടിച്ച തന്ത്രം? ഏത് കാലത്തും എന്താണ് പിശാച് കണ്ടുപിടിച്ച തന്ത്രം? പ്രമാണങ്ങളിൽ തെളിവില്ലെങ്കിൽ ഉള്ള തെളിവുകളെ വക്രീകരിച്ച് അവതരിപ്പിക്കുക, ഉള്ള പ്രമാണങ്ങൾക്ക് ദുർവ്യാഖ്യാനം ചമക്കുക, ഇല്ലാത്തത് ഉണ്ട് എന്ന് ഫലിപ്പിക്കുക. ഇതൊക്കെയാണ് യഹൂദി തന്ത്രം. അവരതിലൂടെ മുസ്ലിമീങ്ങളെ പിഴപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൻ നിസാ അതാ വിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായത്തിൽ 44-ാമത്തെ ആയത്തിൽ അലം തറ ഇലല്ലദീന ഊതു നസീബൻ മിനൽ കിതാബി യസ്തറൂന അദ്ദലാലത വയുരീദൂന അൻ തദില്ലു സബീൽ. അതാ വേദഗ്രന്ഥം നൽകപ്പെട്ടവര്, വേദഗ്രന്ഥത്തിൽ നിന്നൊരു വിഹിതം നൽകപ്പെട്ട ആളുകൾ, അതാ അവര് ദലാലത്തിനെ, ദുർമാർഗത്തെ വില കൊടുത്ത് വാങ്ങുകയാണ്. എന്നിട്ടോ നിങ്ങൾ ശരിയായ മാർഗത്തിൽ നിന്ന് നിങ്ങളെ പഴപ്പിക്കാനാണ് അവരുദ്ദേശിക്കുന്നത്. ജൂതതന്ത്രം ഖുർആൻ പറയുന്നത് നോക്കൂ. മറ്റൊരു സ്ഥലത്ത് വഇന്ന മിൻഹും ലഫരീഖാ,
യൽവൂന അൽസിനതഹും ബിൽ കിതാബി ലിതഹ്സബൂഹു മിനൽ കിതാബി വമാ ഹുവ മിനൽ കിതാബ് വയഖൂലൂന ഹുവ മിൻ ഇൻദില്ലാഹി വമാ ഹുവ മിൻ ഇൻദില്ലാഹ് വയഖൂലൂന അലല്ലാഹിൽ കദിബ വഹും യഅലമൂൻ. അവരതാ എന്താണ് അവർ ചെയ്യുന്നതെന്നോ, വേദഗ്രന്ഥത്തിലെ വാചക ശൈലികൾ വളച്ചൊടിക്കുന്ന ചിലരും അവരുടെ കൂട്ടത്തിലുണ്ട്. വേദഗ്രന്ഥത്തിലെ വാചക ശൈലികൾ വളച്ചൊടിക്കുന്ന ചിലരും അവരുടെ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ വേദഗ്രന്ഥത്തിൽ പെട്ടതാണെന്ന് നിങ്ങൾ ധരിക്കാൻ വേണ്ടിയാണ് അവർ ആ പണിയെടുക്കുന്നത്. വാസ്തവത്തിൽ അത് വേദഗ്രന്ഥത്തിലുള്ളതല്ല, അള്ളാന്റെ അടുക്കൽ നിന്നുള്ളതാണെന്ന് അവർ പറയും. വാസ്തവത്തിൽ അത് അള്ളാന്റെ അടുക്കൽ നിന്നുള്ളതുമല്ല. വയഖൂലൂന അലല്ലാഹിൽ കദിബ വഹും യഅലമൂൻ. അറിഞ്ഞുകൊണ്ട്, സത്യം അറിഞ്ഞുകൊണ്ട് തന്നെ അവർ അല്ലാഹുവിന്റെ പേരിൽ കള്ളം പറയുകയാണ്. ഖുർആനതാ പിന്നെയും അവരെ കുറിച്ച് പറയുന്നുണ്ട്. ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം സുമ്മ യഖൂലൂന ഹദാ മിൻ ഇൻദില്ലാഹി ലിയശ്തറൂ ബിഹി സമനൻ ഖലീലാ ഫവൈലുൽ ലഹും മിമ്മാ കതബത് ഐദീഹിം വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ. സ്വന്തം കൈകൾ കൊണ്ടതാ വേദഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതിയുണ്ടാക്കിയിട്ട് ഇതൊക്കെ അല്ലാഹ് ഇറക്കിയതാണെന്ന് അവർ പറയുന്നു. തുച്ഛമായ ഭൗതിക നേട്ടത്തിന് വേണ്ടിയാണ് അവരിങ്ങനെ ചെയ്യുന്നത്. അവരാ ചെയ്തുകൊണ്ട് ചെയ്യുന്നവർക്ക് കിട്ടുന്ന സമ്പാദ്യവും അവരെഴുതി ഉണ്ടാക്കുന്നത് മുഖേനയും അവർക്ക് നാശമാണ്. ഈ യഹൂദി നസറാണി പാരമ്പര്യം, ഈ ജൂത ക്രൈസ്തവ പാരമ്പര്യം അതെന്താണ്? അള്ളാന്റെ ദീനിലില്ലാത്തത് പറയുക, അള്ളാന്റെ പേരിൽ കള്ളം പറയുക, അള്ളാന്റെ ദീനിന്റെ അതാ കൃത്യമായ വാചകങ്ങളെ വക്രീകരിക്കുക, ഇല്ലാത്തതുണ്ടെന്ന് ധ്വനിപ്പിക്കുക. ആ ശൈലിയിലേക്ക് കടന്നു പോകുന്ന യഹൂദി നസറാണി പാരമ്പര്യം ഈ കക്ഷികളെ തുടരുന്നവരിലും കാണുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ? ലതത്തബിഅന്ന സനന മൻ കാന ഖബലകും ശിബ്റൻ ബിശിബ്രിൻ. ചാണിന് ചാണായി മുഴത്തിന് മുഴമായി കൊണ്ട് നിങ്ങളതാ നിങ്ങളുടെ മുമ്പുള്ളവരുടെ മാർഗത്തെ തുടരുക തന്നെ ചെയ്യും. ആരെക്കുറിച്ചാണ് പരാമർശമെന്ന് പറയേണ്ടതില്ലല്ലോ. അതാണ് യഹൂദി നസറാണികളുടെ പാരമ്പര്യം. അവരുടെ ആ സ്വഭാവങ്ങളിലേക്ക് നിങ്ങളും അതാ കടന്നു പോകുന്നു. നിങ്ങൾ കാണുന്നില്ലേ, ലോകത്ത് അള്ളാന്റെ കിതാബിലെ ആശയങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് അതാ മാലപ്പാട്ടുകൾ കൈകൊണ്ട് എഴുതി ഉണ്ടാക്കുന്നു, മൗലിദ് കിതാബുകൾ രചിക്കുന്നു. അതുപോലെ തന്നെ പല ഏടുകളും പലതും അവർ രചിക്കുകയാണ്. അങ്ങനെയൊക്കെ രചിച്ചിട്ട് അവർ പറയും ഇതിലുള്ളതൊക്കെ സത്യമാണ്. മുഹീദ്ദീൻ മാല സത്യസമ്പൂർണമല്ലെങ്കിൽ അള്ളാന്റെ ഖുർആനും സത്യസമ്പൂർണമല്ല. ആ ആശയം പോലും ലോകത്തുള്ള കേരളത്തിലെ മുസ്ലിം കൈരളിയോട് മലയാളികൾ ജീവിക്കുന്നിടത്തൊക്കെ അവരെയൊക്കെ പഠിപ്പിച്ചുകൊണ്ട് അങ്ങനെ വേദഗ്രന്ഥത്തിന്റെ പേരിൽ അവനവന്റെ ദുഷിച്ച ആശയങ്ങളെയും വിശ്വാസങ്ങളെയും പ്രചരിപ്പിക്കുന്ന കക്ഷികളില്ലേ? അവരെന്തു പറയുന്നു? അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. അല്ല കാണും പോലെ അവർ കാണുന്നു, അല്ല കേൾക്കും പോലെ കേൾക്കുന്നു, അല്ല അറിയും പോലെ അവരും അറിയുന്നു, സഹായിക്കാൻ കഴിയുന്നു. ഇങ്ങനെ എത്രയെത്ര കളവുകളാണ് ദീനിന്റെ പേരിൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരാതൊക്കെ പറയുന്നത് മനസ്സിലാക്കണം. ദീനിന്റെ പേരിൽ അതാ എത്ര കളവുകളാ പറയുന്നത്. അള്ളാന്റെ പേരിൽ ഇല്ലാത്തത് പറയുന്നു. ഞാനിവിടെ ഓരോന്നും തെളിവുകളിലൂടെയാണ് പറയുന്നത്. അള്ളാന്റെ പേരിൽ ഇല്ലാത്തത് പറയുന്നു, അമ്പിയാക്കളുടെ പേരിൽ ഇല്ലാത്തത് പറയുന്നു, സ്വഹാബത്തിന്റെ പേരിൽ ഇല്ലാത്തത് പറയുന്നു, ഇമാമിയങ്ങളുടെ പേരിൽ ഇല്ലാത്തത് പറയുന്നു. എന്നിട്ടും അവകാശവാദം എന്താണ്? ഞങ്ങളൊക്കെ അവരുടെ ആളുകളാണ്. ഔലിയാക്കന്മാരെ കുറിച്ച് അതാ അമ്പിയാക്കളെ സംബന്ധിച്ച് കള്ളം പറയും, റസൂലുള്ളാഹിനെ കുറിച്ച് കള്ളം പറയും, സ്വഹാബത്തിനെ കുറിച്ച് കള്ളം പറയും, ഇമാമിയങ്ങൾ പറയാത്തത് പറഞ്ഞു എന്ന് വരുത്തി തീർക്കും. എന്നാലും അവകാശവാദം പിന്നെയും എന്താണ്? ഞങ്ങളൊക്കെ അമ്പിയാക്കളുടെ ആളുകളാണ്, ഞങ്ങളൊക്കെ ഔലിയാക്കളുടെ ആളുകളാണ്, ഞങ്ങളൊക്കെ സ്വഹാബത്തിനെ പിൻപറ്റുന്നവരാണ്, ഞങ്ങളൊക്കെ ഇമാമിയങ്ങളെ പിൻപറ്റുന്നവരാണ്. അതും ഒരു ജൂതതന്ത്രം തന്നെ.
കാരണം എന്തെന്നല്ലേ, ഇത് പണ്ടേ ഇവരുടെ ഈ യഹൂദി സ്വഭാവം തന്നെ. എന്താണ് ഖുർആൻ പറയുന്നത് നോക്കൂ, നല്ലവരിലേക്ക് ചേർത്തി പറയും, ഞങ്ങളയാളാണ് മഹാൻ എന്ന് പറയും. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് യഹൂദികൾ എന്താ പറഞ്ഞത്? ഇബ്രാഹിം ഞങ്ങളെയാളാണ്. നസറാണികൾ എന്താ പറഞ്ഞത്? ഇബ്രാഹിം യഹൂദിയാണ്. അതാ യഹൂദികൾ പറഞ്ഞു ഇബ്രാഹിം യഹൂദിയാണ്, നസറാണികൾ പറഞ്ഞു ഇബ്രാഹിം നസറാനിയാണ് എന്നൊക്കെ. അതാ ആ ഇബ്രാഹിം അലൈഹിസ്സലാം പഠിപ്പിച്ച ആദർശത്തിന്റെ എതിരി വിശ്വസിക്കുന്ന, അത് പ്രവർത്തിക്കുന്ന, അത് പ്രചരിപ്പിക്കുന്ന കക്ഷികളായിട്ടുകൂടി എന്നിട്ടും ഇബ്രാഹിമിന്റെ ആളുകൾ ഞങ്ങളാണ് എന്ന് യഹൂദി നസറാനികൾ പറഞ്ഞപ്പോ ഖുർആൻ അതിനെ ഗണ്ണിച്ചത് കേട്ടില്ലേ? മകാന ഇബ്രാഹീമു യഹൂദിയം വലാ നസ്റാനിയാ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ.